നിർത്താൻ. കുടുംബവും കുട്ടികളും മാമനും അച്ഛനും വലിയച്ഛനും ഒക്കെയായി, എന്നിട്ടും തല്ലുണ്ടാക്കാൻ നിനക്കൊക്കെ നാണമില്ലടാ. ആ പറഞ്ഞതിലും അപ്പൊ ബിവറേജ് ആണ് പ്രശ്നം. ഞാൻ പറയുന്ന തീരുമാനം ഇരു കൂട്ടർക്ക് സ്വീകാര്യമാണോ? സ്വീകരിക്കാം. ഞങ്ങൾക്കും. ബിവറേജ് ഒരു നാട്ടിൽ വരിക എന്നുള്ളത് സർവ്വസാധാരണമാണ്. അല്ല, അതിന്റെ പേര് തല്ലുകൂടേണ്ട ആവശ്യം എന്താ? ബിവറേജ് വന്നോട്ടെ. അപ്പോ ഈ പുള്ളിന് ഔട്ട് ഓഫ് റേഞ്ച് അല്ലേ? നീ അങ്ങോട്ട് മൂക്കുമുട്ട കുടിക്കാൻ വാ. പക്ഷെ ഒരു കാര്യം, ആവശ്യമുള്ളവർക്ക് മദ്യം വാങ്ങി കുടിക്കാം. കുടിച്ചിട്ട് നാട്ടുകാരെ ഉപദ്രവിച്ചാൽ നല്ല ഇടി കൊടുത്തോളണം. എന്നാലും കുഴപ്പമില്ല. നല്ലൊരു പിരിഞ്ഞു വെക്കോ. മാഷ് പറഞ്ഞോണ്ട് ചെയ്യാൻ പറ്റും. വെക്കോ. പണിയായിപ്പോയി. മാഷിന്റെ ഒരു പുഷ്പാർച്ചന നടത്തും. സ്വദേശിയും വിദേശിയും അടിക്കാം. നമുക്ക് ഇപ്പൊ തന്നെ ഹാജിയാരെ കണ്ട് കാര്യം പറയണോ? വാടാ. മാഷിനാരെ അങ്ങോട്ട് വിളിച്ചു വരുന്നു. എന്ത് പറയാൻ, ആ മാഷയുടെ ഹോട്ടലിലേക്ക് എന്ത് ചെയ്യായിരുന്നു? സമയം വൈകിട്ടില്ല, നോക്കാം. ആ രാഘവന സംഘത്തിന് ഒതുക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. ശരിയാ, നീ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ഹാജിയാര് എന്താ പറയുന്നേ നോക്കാം. ഹാജിയാര് ഞാൻ വിളിക്കാം, കേറിയിരിക്കേ. ഹാജിയാരുടെ ഇപ്പൊ എന്താ പറയാ? അല്ലേലും ആ മാഷമാരോപ്പാ. ഹാജിയാര് എന്തായി അബ്ദുള്ള ബിവറേജിന്റെ കാര്യം? ആ മാഷ് കയറി ഇടപെട്ടു. നമ്മളിപ്പോ എന്താ ചെയ്യാ?